സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഗെയിമാണ് സ്ക്വിഡ് ഗെയിമിൽ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും. അതിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. തോക്കുന്ന ആൾ ഫസ്റ്റ് മുതൽ വരും, ജയിക്കുന്ന ആൾക്ക് സമ്മാനം ഉണ്ടാകും. ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. 5 ഗെയിംസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളായിരിക്കും ഗൈസ് ജയിക്കുന്നത്. റെഡ് ലൈറ്റ് ഗൈസ്, ആഷർ ജയിച്ചു ഗൈസ്. ഫസ്റ്റ് റൈറ്റ് തന്നെ ഓടിയിട്ട് ഗൈസ്. ഗൈസ് ആഷർ ഗോട്ട് 1 point. സെക്കൻഡ് കളി വടംവലിയാണ്. ഫാറൂഖ് കാതറിൻ വേഴ്സസ് ആഷർ ആണ് ഗൈസ്. വടംവലിയിൽ ആഷറിനാണ് പോയിന്റ് കിട്ടിയത്. ആഷറിന് 2 point, കാതറിനും ആരാധിക്കും 0 point. തേർഡ് ഗെയിമാണ് ഹൈഡ് ആൻഡ് സീക്ക്. ആരാധ്യാണ് ക്യാച്ചർ ട്ടോ. അപ്പൊ ആരാധ്യ വന്ന് എണ്ണിക്കോ, അവര് പോയി ഒളിക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 50 എണ്ണണം ഗൈസ്. 39 40 40 41 42 43 44 45 46 47 48 49 50 ഗൈസ്. ക്യാദറിനെ ആഷറിനെ തൊപ്പം വേണ്ടിയിട്ട് ആരാധ്യ നോക്കുന്നുണ്ട് ഗൈസ്. എവിടെയും കണ്ടില്ല ഗൈസ്. സോഫയുടെ അടിയിലേക്ക് ഗൈസ്. ഗൈസ് ആഷർ ഒന്ന് സാറ്റ് അടിച്ചു ഗൈസ്. ആരാധ്യ കണ്ടില്ല ഗൈസ്. ഇതാ ഗൈസ്, പാവ ആരാധ്യ ക്യാദറിനെ നോക്കി നടക്കുന്നത്. ക്യാദറിനെ കാണുന്നില്ല ഗൈസ്. ഗൈസ് എവിടെ ക്യാദറിനെ എവിടെയോ ഒളിച്ചിട്ടുണ്ട്. നല്ല ബുദ്ധിപരമായ സ്ഥലത്തായിരിക്കും ക്യാദർ ഒളിച്ചിട്ടുണ്ടാവുക. താഴെ ഉണ്ടാവോ? താഴെ പോലില്ല കേട്ടോ ക്യാദറിനെ. ഗൈസ് ആരാധ്യ താഴേക്ക് പോവാണ്. താഴെയാണ് ഗൈസ് കളി. താഴേക്ക് പോവാ ഗൈസ്. ആരാധ്യ ചമ്മി ഗൈസ്. വെറുതെ അവിടെ വരെ പോയി. ആരാധ്യ ചമ്മി പോയി. യാതൊരു ഭയങ്കര വലിയ സ്ഥലത്താട്ടോ ഗൈസ് ഓടിച്ചേ. മാറിക്കണം ഒന്ന ഗൈസ്. എവിടെ പോയി? താഴേക്കില്ലാട്ടോ. ഒരു കളിയും കൂടെ ഉണ്ട് സാറ്റിന്. അപ്പൊ കേസ് ഇവിടെ തന്നെയാട്ടോ ഇനിയുണ്ട്. ഇവിടെ ഞങ്ങൾ 2 സാറ്റ് അടിച്ചു കേസ്. അപ്പൊ ഇവിടെ തന്നെ ഇനി എണ്ണുണ്ട് വരും ഗൈസ്. ആഷറിന് 2 point കിട്ടി, ക്യാദറിന് 1 point കിട്ടി ഗൈസ്. ഗൈസ് ആഷറിന് 3 point ആയിട്ടോ ഗൈസ്. വടംവലിയിൽ ഗൈസ് എണ്ണാൻ തുടങ്ങി. 2 ആരാധ്യ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അവർ 2 പേര് സാറ്റ് അടിച്ചോണ്ട് ഇവിടെ തന്നെയാണ് ഗൈസ്. എവിടെ പോയി ആഷറും ക്യാദറിനൊക്കെ? അതൊക്കെ ഉണ്ടാവും ഗൈസ്. ഗൈസ് എവിടെ പോയി ഗൈസ്? അവരെ കാണുന്നില്ല ഗൈസ്. ഗൈസ് ഗൈസ് ഗ്യാദറിംഗ് ഗൈസ്. ഗ്യാദറിന് സൈഡ് അടിക്കാൻ പോയിട്ടുണ്ട്. യെസ്
ഗായ്സ് സ്റ്റാർട്ട് അടിച്ചു. ഇനി ആശാനെ കണ്ടുപിടിക്കും. എടി ആശാനെ കിട്ടി ഗായ്സ്. ആശാനെ കണ്ടിതാ ഗായ്സ്. ഓ യേ ആരാധിക്ക് 1 പോയിന്റ് കിട്ടി ഗായ്സ്. ആശാന് 3 പോയിന്റ്, ആരാധിക്ക് 1 പോയിന്റ്, യാദറിന് 1 പോയിന്റ്. നമ്മളുടെ ഫോർത്ത് ഗെയിമാണ് സെറ്റ് ഗായ്സ്. ആഷർ സെറ്റിന് വേണ്ടിയിട്ട് പേപ്പർ കീറുന്നുണ്ട് ഗൈസ്. പേപ്പർ സെറ്റ് ആക്കുന്നുണ്ട് ഗൈസ്. നീ എഴുതു ക്യാമറമാനെ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ എഴുതിയിട്ട് കാണാം. ഗൈസ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നിങ്ങൾക്ക് ആർക്കും സെറ്റ് അറിയില്ലെങ്കിൽ ആഷർ പഠിപ്പിച്ചു തരും ഗൈസ്. പറഞ്ഞുതരും ഗൈസ്. ആഷറെ പറയണ. സെറ്റ് എന്ന് പറഞ്ഞ ഗെയിം വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഒരേ 3 കാർഡ് കളി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് 3 എണ്ണം എടുക്കാം. ഇതപ്പോ ഞങ്ങൾ 3 ഉണ്ട്. അപ്പൊ 9 കാർഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ പേപ്പറിനകത്തോട്ടോ ഇപ്പൊ എന്താ 3 എണ്ണം നിങ്ങൾക്ക് ഒരേപോലത്തെ ഒരു ഇതിനകത്ത് ഇപ്പൊ കാറിനുണ്ട്, ടീഷർട്ടും ഉണ്ട്, വാച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാച്ച് ഇപ്പൊ 3 എണ്ണം ഒരേപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ഇടും. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് 2 എണ്ണം ഇങ്ങനെ കാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം 2 എണ്ണം ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കയ്യിലെ ആ ഒരു 3 എണ്ണത്തില് മറ്റേത് വേറെ. അപ്പൊ ആ വേറെ വേറെ ആൾക്ക് കൊടുക്കുക. അപ്പൊ അവരോട് എന്താ നിങ്ങൾ ഒരു കാർഡ് തരാൻ പറയും. ഒരു കാര്യം തരാൻ പറയും. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ള 2 എണ്ണം ഉള്ളതിന് അതേ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വിളിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കളി. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കളി തുടങ്ങാൻ പോകണം ഗീസ്. 3 എണ്ണം എടുക്കാൻ പാടില്ല. ആഷർ 3 എണ്ണം എടുത്തു. ഓരോരുത്തർക്ക് കിട്ടിയ കാർഡ് ക്യാമറ കാണിച്ചു കൊടുക്കണം കേട്ടോ. പൊട്ടത്തി പറയാൻ പാടില്ല. ഇതാട്ടോ 1 ഗൈസ് കാണിക്കണം. 1 കാണിച്ചതാ. ഇതായ സംഭവം കേട്ടോ. ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഞാനവിടെ മറ്റേ ആ സാധനം 2 എണ്ണം കിട്ടിയത്. 2 എണ്ണം ഒരേത് കിട്ടി. ആ സാധനം എന്താ അത് ഞാൻ മറ്റേ ടൈപ്പ് ചെയ്തിടാട്ടോ. ഓ ഗായ്സ് 1 മാത്രം പോയി. 1 മാത്രം പോയി. എനിക്കൊന്ന് പറ. നിനക്ക് ഒരേപോലത്തെ സംഭവമാണ് 3 എണ്ണം കിട്ടി. പറയണ്ട. ആണെങ്കിൽ നീ അടിക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട്. നോ ഗൈസ്. ഓക്കേ ഇത് മാറ്റിയിട്ട് എടുക്കുന്നോ? എനിക്ക് സ്റ്റാർട്ട്. ഓക്കേ നീ ഓടി. ഞാൻ നിനക്ക് ഒരെണ്ണം തരാം. നീ എനിക്ക് എന്താ നിന്റെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 എണ്ണം ഒരെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് അല്ലാത്ത നിനക്ക് ഞാൻ തരാൻ പോവാ. നിന്റെ കയ്യിൽ കറക്റ്റ് ഇല്ലാത്ത എനിക്ക് ഒരെണ്ണം നീ ഇതാ തരൂ. ഗൈസ് ആഷറിന് 1 പോയിന്റ് കിട്ടി ഗൈസ്. ഗൈസ് ഇനി ഇവർ 2 പേരും ഇവർ 2 കാണിച്ചു കൊടുക്കണ്ട. ഗൈസ് ആഷറിന് 3 കാറാണ് കേട്ടോ ഗൈസ് കിട്ടിയേ. കാണിക്കൂ. ഓ ഗൈസ് പാറു സെറ്റ് അടിച്ചു ഗൈസ്. ഗൈസ് ഇവളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ഗൈസ്. ഓ ഗൈസ് ഫസ്റ്റ് ആരാധ്യാണ് ഗൈസ്. ഗൈസ് ആഷറിന് 1 പോയിന്റ്, ആരാധ്യയ്ക്ക് 1 പോയിന്റ്. എടാ യാദറിന് 0 കേട്ടോ. അവളല്ലായിരുന്നു ഫസ്റ്റ് സെറ്റ് വിളിച്ചേ. നിനക്ക് 1 പോയിന്റ് ഇടാ. അതെ എടാ എൻ്റെ മോളിൽ കൂടെ അങ്ങ് ഇടുക, അല്ലേ അവിടെ കിടന്ന് കാറും. ഗൈസ് അങ്ങനെ ആട്ടോ ഗൈസ് ഇവള് ഒന്ന് പറഞ്ഞ ആടാ ഇടയ്ക്ക് ഇങ്ങനെ കരയാട്ടോ ഗൈസ്. എന്തേലും ഒരു ചെറിയൊരു പ്രശ്നത്തിന് അഭിനയിക്കണ്ട. കേന്ദ്രം കൊടുക്ക് 2 ഷർട്ടോ. അപ്പൊ 3ാമത്തെ എന്താ വാച്ചാ? വാച്ച് അവക്ക് കൊടുത്തില്ല നീ മണ്ടത്തി. ആദ്യം നീ അവളുടെ ഇത് മേടിച്ചു.
പെൻസിൽ പെൻസിൽ നിന്റെ അല്ല, നിന്റെ പെൻസിലാണ്. എന്റെ പെൻസിലാ. ഓക്കെ, അപ്പൊ അടുത്ത കളി കൊടുക്കാൻ പോവാണ്. ലുള്ളോ ആരടാ? നിങ്ങൾ രണ്ട് ഷർട്ട് ഒരു എടാ അവക്ക് 3 നാടല്ലേ? കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് അല്ല ഇതെന്റെയാ. നിന്റെ കാണിക്ക്. ഒന്ന് വായിച്ചോളാം. നമ്മുടെ കയ്യിലുള്ളോ ഗൈസ്? ആഷറിന് 2 കിട്ടിയുള്ളൂ ഗൈസ്. ഒരെണ്ണം ആരും എടുത്തോണ്ട് പോയി ഗൈസ്. ഗൈസ് താഴെ വീഴുക. എന്നിട്ട് വെറുതെ അവരങ്ങ് പറയാ. നിന്റെ 3 ഒന്ന് കാണിക്ക്. ഒന്നിതാണേ, ഞാനവിടെ ഇടാം. അതാ താഴെ പോയി. ഞാൻ മറ്റേ ടൈപ്പ് ചെയ്യണ്ട ഇമോജീസ് ഇല്ലേ, അതിനകത്തിടാം. ഇതും അതേ സാധനമാണ്. അടുത്ത ഏതാന്ന് നോക്കാം. മിക്ക ഇവനൊന്ന് തുറക്കട്ടെ. ഓ ഗായ്സ്, ലാസ്റ്റ് 1 ഒരെണ്ണം. ഞാനിവിടെ എക്സ്ചേഞ്ച് ചെയ്തു. എക്സ്ചേഞ്ച് ചെയ്തു. സെറ്റോ? നോക്കട്ടെ നോക്കട്ടെ. സെറ്റ് സെറ്റ് 3 ടീഷർട്ടാ. എനിക്ക് 3 എണ്ണം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും 1 മാർക്ക്. എല്ലാരും മടക്കി. ഞാൻ യാദറിന് 1 മാർക്ക്, ആരാധയ്ക്ക് 2 മാർക്ക്, ആഷറിന് 2 മാർക്ക്. യാദറിനുണ്ടോ? ഒരു പോയിന്റ് ഉണ്ടാവേ. 3rd റൗണ്ടായി. ഇനി 2 റൗണ്ട് കൂടെ ഉള്ളൂ കേട്ടോ. 3 റൗണ്ട് ആയി. അപ്പൊ അടുത്ത കളി തുടങ്ങാൻ പോവാണ്. അടുത്ത കളി എടാ എന്റെ ഇത് കാണിക്കടാ വീഡിയോയില്. ഇങ്ങോട്ട് വേടാ. ഇതാട്ടോ നമുക്ക് കിട്ടിയത്. എന്താന്നറിയാലോ? ഓക്കെ പൊട്ട. ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് വിട്ടോളാം. ഓക്കെ, ഇതാട്ടെ കിട്ടിയേക്കുന്നത്. ഒരെണ്ണം മാറിപ്പോയി. ശുഭം. ഓ ഇത് 2 ഒരു സാധനം. എവിടെ കാണിക്ക്? 1 ടീഷർട്ട്. ടീഷർട്ട്. ഓ പാറുവിന് 1 മാർക്ക്. ടോട്ടൽ 3 മാർക്ക്. സെറ്റ്. ആഷർ സെറ്റ്. കാതറിന് മാർക്കില്ല. കാതറിൻ ഗോ ടു 0. അവള് സെറ്റ് വിളിച്ചു. സെറ്റ് വിളിച്ചാ പോരെ. ലാസ്റ്റ് കൈകളിൽ ഇവിടെ മണ്ടത്തരം കളിച്ചു. കൈകളിൽ ഇവിടെ സെറ്റ് വിളിച്ചില്ല. അതുകൊണ്ട് ഇവിടെ പോയിന്റ്. ഇപ്രാവശ്യം ഇവിടെ സെറ്റ് വിളിച്ചല്ലോ. ലാസ്റ്റ് സെറ്റ് വിളിച്ചാലും കൂട്ടും. ഇവിടെ സെറ്റ് വിളിച്ചു. എനിക്ക് 3 വാച്ച്. എനിക്ക് 3 കാറാണ്. 2 തൊട്ട് 3 കാറുണ്ട്. ഞാൻ ക്ലിയർ സമയത്ത് അതിങ്ങനെ 3 അടുപ്പിച്ച് പിടിച്ചേ. എനിക്ക് പാറുവിനും മാത്രം 3 പോയിന്റ്. പാറു ആണെങ്കിൽ എന്താ ഫസ്റ്റ് ട്രൈ തന്നെ അവക്ക് ഒന്നുപോലെ എക്സ്ചേഞ്ച് ചെയ്യാണ്ട് തന്നെ ടീഷർട്ട് കിട്ടി. ഒന്നുപോലെ എക്സ്ചേഞ്ച് ചെയ്തില്ല. ഇല്ലടാ അവക്ക് അങ്ങനെ ഒരെണ്ണം കൂടി കൊടുക്കണേ. എത്ര അടി? എന്റെ 3 ഉള്ളൂ.
ഗൈസ് എൻ്റെ 3 എണ്ണമാണ്. എനിക്കാണ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ സംഭവം ഇതാട്ടോ. മണ്ടപ്പോൾ 1 കിട്ടി. ഞാൻ അടുത്തതാണ് മീസ്. ഗൈസ് ഇത് ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ഇതേതാണ്? ഇത് മറ്റേ സാധനം കേട്ടോ ഗൈസ്. മിണ്ടാണ്ടിരിക്കുന്നു. കൈ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവര് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് കളിക്കണം. ഓ 3 വേറെ സാധനം കിട്ടിയ രണ്ടെണ്ണം വേറെ അല്ല ഒരെണ്ണം വേറെ. ഞാൻ അവളുടെ എക്സ്ചേഞ്ച് ചെയ്തു. സെറ്റായി. ഓക്കെ എനിക്ക് 2 എണ്ണം ആയിട്ടുണ്ട്. അവള് സെറ്റ് അവള് സെറ്റ് അപ്പൊ ജയിച്ചതാരാണ്? ഒരു കളി കൂടെ ഉണ്ട് കേട്ടോ. 4 റൗണ്ട് ആയിട്ടുള്ളൂ. 4 ആയിട്ടുള്ളൂ. 5 ആയില്ലേ? 4 ആയിട്ടുള്ളൂ. എന്നാ ശരി എന്താ കളിക്ക്. അപ്പൊ ഗൈസ് നമ്മളുടെ 4th ഗെയിം കഴിഞ്ഞു. ഇനി നമ്മള് 5th ഗെയിം. ഏറ്റവും നല്ലോണം പ്ലെയിൻ ഉണ്ടാക്കുന്ന ആരാണോ അവരാണ് ലാസ്റ്റ് റൗണ്ടിലെ വിന്നർ. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നത് ആരുടെ പ്ലെയിൻ ആണോ അവരാണ് വിന്നർ. ഗൈസ് അതിന്റെ ഇടയിൽ കൂടെ ആശയം കയറി ബൂമറാങ്ക് പ്ലെയിൻ ഉണ്ടാക്കുന്ന ആളും അത് ഏറ്റവും നന്നായിട്ട് ബൂമറാങ്ക് പ്ലെയിൻ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് പോയിന്റ് ഉണ്ടായിട്ടോ. ഗൈസ് ഇതാട്ടോ ലാസ്റ്റ് റൗണ്ട്. അതല്ല കേട്ടോ സോറി. എല്ലാം പോയി ഗൈസ്. എല്ലാം പോയി എന്റെ എല്ലാം പോയി. നെഹ്റു ജവഹർലാൽ നെഹ്റു ഗൈസ്. നെഹ്റു പ്രധാന ആളുടെ കാർഡ് നമുക്ക് എന്താ നോക്കാം. റെഡി 1 2 3. ഏതാ എന്താ കിട്ടിയ തന്നെ ഇത് ഞാൻ ഇടാം. രണ്ടാമത്തെയാണ് കഴിച്ച് നോക്കാൻ പോണത്. നമുക്ക് എന്താവും അവ. ഓ 2 എണ്ണം കറക്റ്റ്. മൂന്നാമത്തെ കേസ്. മൂന്നാമത്തെ കൂടി മൂന്നാമത്തെ യു ക്യാൻ എക്സ്ചേഞ്ച്. Take this. Exchange. എനിക്ക് ഫുൾ അപ്പൊ നമ്മുടെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. കാതറിന്റെ 4 പോയിന്റ്, എനിക്കും ആരാധ്യയ്ക്കും മാത്രം 5 പോയിന്റ് ഉണ്ട്. ആഷറാണ് ജയിച്ചത്. അവനെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗായ്സ്. ആഷറിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഈ ബോളാണ് കേട്ടോ. താങ്ക്സ്. ഇനി ഇവൻ ഈ ബോളും വെച്ചാണ് കളിക്കാൻ പോണത് ഗായ്സ്. ഇപ്പോഴാവൻ കളി തുടങ്ങി ഗായ്സ്. ലൈറ്റൊക്കെ കത്തുട്ടോ ഗായ്സ്. ഗായ്സ് ഇവനെന്താ നടയിട്ടു ഗായ്സ്. അപ്പൊ ഗായ്സ് ഇനി വെറൈറ്റി വീഡിയോസ് ആയി വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ഗൈസ്. ഇവർ പ്ലെയിൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ടാക്കി. ടിക്ടോക്ക് പറ്റൂല കേട്ടോ. പ്ലെയിൻ തന്നെയാണേ. ഏറ്റവും നല്ല പ്ലെയിൻ, ഏറ്റവും ദൂരം പറക്കുന്ന പ്ലെയിനാണ് പ്രൈസ്. എന്നുവെച്ചാൽ സമ്മാനം ഈ റൗണ്ടും കൂടി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് അവർക്ക്. മിക്കവാറും ആഷറാണ് ജയിക്കാൻ സാധ്യത. അതിനിപ്പോൾ തന്നെ 4 പോയിന്റ് കിട്ടി. ആരാധയ്ക്ക് 3 പോയിന്റ്. ഇവക്ക് എത്രയാ? 2. 2 അല്ല, ഇവക്ക് 3 പോയിന്റ് ഉണ്ട്. 3 ഉണ്ട്. ഓക്കെ 3 പോയിന്റ്.
2, 3, 1, 4. എന്റെ പ്ലെയിൻ അതാണ് പ്ലെയിൻ. ഇട്ടോക്കട്ടെ ഗായ്സ്. ഇതാട്ടോ ആരാധ്യന്റെ പ്ലെയിന്. ഇതാണ് അവളുണ്ടാക്കി വെച്ച പ്ലെയിൻ. ഇനി ഇത് എത്ര ദൂരം പറക്കും നോക്കാം നമുക്ക്. നമുക്ക് പറക്കുന്ന ആ സ്പീഡിൽ എറിയൂ. ഇതാ ഗായ്സ് ആരാധ്യന്റെ പ്ലെയിൻ വിടാൻ പോവാണേ ഗായ്സ്. അവിടെ വരെ പോയല്ലോ ഗായ്സ്. ആരാധ്യന്റെ പ്ലെയിൻ ഫെയിൽ. ആരാധ്യന്റെ പ്ലെയിൻ ഫെയിൽഡ്. ഇവിടെ എന്നാ ഇനി അടുത്ത പ്ലെയിൻ ഉണ്ടാക്കുവാണെങ്കിൽ ആഷറിന്റെ പ്ലെയിനിന്റെ ഏകദേശം രൂപം ബൂമറാഗാണ് അല്ലേ? ഏകദേശം ബൂമറാഗ് അല്ലേടാ നീ ഉണ്ടാക്കി നോക്കുന്നേ. അടുത്ത പ്ലെയിൻ ഉണ്ടാക്ക്. ഗായ്സ് ഇവക്ക് പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയില്ല. എന്തൊക്കെയോ ഉണ്ടാക്കി അങ്ങ് വെക്കും. എന്നിട്ട് അവസാനം പ്ലെയിൻ എന്നങ്ങ് പറയും. ക്യാദറിന് എന്തോ സൈസ് എന്തോ നല്ല പ്ലെയിൻ ആട്ടോ ഉണ്ടാക്കുന്നേ ഇല്ലടാ അക്ഷരേ? ഇത് ഒറ്റ സൈസ് പ്ലെയിൻ അല്ലടാ. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ തിരിച്ചിരുന്നേ? ബൂമറാങ്കാ എടാ. എന്നാലും ഇവളാട്ടോ ഫസ്റ്റ് നിന്നെക്കാട്ടും മുമ്പേ തുടങ്ങി. ആണോടി? ആണോ? ഗായ്സ് നോക്ക്, ഒരാൾ കോപ്പി അടിക്കുന്നു, ഒരാൾ ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ഇവനെ നോക്കി കോപ്പി അടിക്കുന്നു, ഇവളെന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു സാമാനം ഉണ്ടാക്കുന്നു. അങ്ങനെ കിട്ടൂലേ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരല്ലേ നമ്മള് നോക്കുക. ഇവളുടെ വരും തോന്നില്ലടാ, അവിടെ കീറിയിട്ടുണ്ട്. അത് അവള് ചുറ്റിക്കൂട്ടി കളഞ്ഞ. എന്തെങ്കിലും ചുരുട്ടിക്കൂട്ടി കാണിക്കും. ഞാൻ വരെ ചുരുട്ടിക്കൂട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗായ്സ് അവൾ എന്തൊക്കെയാ കാട്ടി. ഇതാണ് ആരാധ്യന്റെ പ്ലെയിൻ. ആരാധ്യക്ക് ഇങ്ങനെയാണ് പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയുന്നത്. ഇതിന്റെ അപ്പുറം പിന്നെ അപ്പുറം ഇപ്പുറം പ്ലെയിൻ ഉണ്ടാക്കിയാ കളിക്കുക. എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടിയാ പ്ലെയിൻ ആവൂല. ദാഷന്റെ ബൂമറാങ് ഏകദേശം റെഡിയായി ഇല്ലടാ? എന്താ എല്ലാരും കാണുന്നു വിചാരിച്ച? അതല്ല, വേറെ സാധനമാണ്. ഞെട്ടിപ്പോയി. എന്ത് ഞെട്ടിപ്പോവാ മാത്രം? നോക്കട്ടെ എന്തോ ഞെട്ടിപ്പോയ സാധനം ഗായ്സ് അവളുടെ ഒമ്മാതിരി വലിയ സാധന ഗായ്സ്. വലുതൊന്നല്ല, ചെറുത് തന്നെയാണ്. എന്താ അത് ഞെട്ടട്ടെ? കാണിക്ക്, ആക്കിട്ട് കാണിക്ക്. ഞാൻ ഞെട്ടിപ്പോയല്ലോ. ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന സാധനമാണല്ലോ. ഇല്ലേ അക്ഷരേ? ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന സാധനല്ലേ? ഇവളെ ഇനി പ്ലെയിൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് നല്ല ദൂരം പോയിട്ടുണ്ട്. പ്ലെയിൻ വേണം. അങ്ങനെ ഗായ്സ് പേപ്പർ ചുറ്റിക്കൂട്ടിട്ട് ഒരു പ്ലെയിൻ എന്താ പറഞ്ഞിട്ട് അല്ല ഗായ്സ്, അത് പ്ലെയിൻ അല്ല കേട്ടോ. കൊറേ ദൂരം പോയിട്ട് കാര്യമില്ല, പ്ലെയിൻ വേണം.
കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വേഗം കിട്ടണോ? കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാതാ. കുഴപ്പമുണ്ട്. അതെന്താ പറ? ആ കുഴപ്പമുള്ളോണ്ട്. എന്നാ പറ. കുഴപ്പമുള്ളോണ്ട്. അതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. നീ കാണിച്ച എല്ലാ അഭിപ്രായങ്ങളും ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതെന്താ ഫ്ലവർ ഇങ്ങനെ പിടിക്കാന് ഫ്ലവർ ഉണ്ടാക്കുക. അവളെന്തേലും ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ അതുപോലെ ചെയ്യുന്നില്ലല്ലോ. നീയുള്ള ഒരു പേപ്പർ ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഒരു പ്ലെയിനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇത് വറക്കാതെ ദേഹത്തിന് അറിയാം. ഇതെന്റെ പ്ലേറ്റ് വഹിക്കോ. ബൂമറാങ് വറക്കാതെ ദേഹത്തിന് അറിയാം ഗൈസ്. അവന് നമുക്ക് ഇവിടെ തന്നെ ട്രൈ ചെയ്യേണ്ടി വരും. ഗൈസ് ഇവന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടോ എന്തോ ഭയങ്കര ലൈറ്റ് ഭാഗ്യം ഉണ്ടോ നോക്ക. ഗൈസ് തിരിച്ചൊന്ന് ഗൈസ് ചെറുതായിട്ട് കേട്ടാ കറങ്ങുന്നുണ്ട് ഗൈസ്. നമുക്ക് ദൂരെ പോവാൻ നോക്കാം. യു ഗൈസ് ബൂമറാങ് ദൂരെ പോവാളാ വേണ്ട. അങ്ങനെയല്ല ബൂമറാങ് എങ്ങാനുണ്ട് തിരിച്ചു ക്യാതറിൻ വിട്. ഗ്യാസ് ദാ ക്യാതറിന്റെ പ്ലെയിൻ ഉണ്ടാക്കി. മോനെ അത് പോയി. പോയിട്ടുണ്ട്. നീ പറഞ്ഞിട്ടുണ്ടാക്കണ്ട. ഗൈസ് ഇതാ പോകുന്നുണ്ട്. അപ്പൊ ഞാനും കാതറിനോട്ട് ഗൈസ് ഈ കളി ജയിച്ചേ. കേട്ടാ തിരിച്ചൊന്ന് കേട്ടാ കറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ സ്ക്വിഡ് ഗെയിമിലെ വിന്നർ ആഷറാണ് കേട്ടോ. ചാത്തിക്ക് 4 പോയിന്റ് അല്ലേ ഗൈസ്? ആഷറിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഗിഫ്റ്റ് ഞാനാട്ടോ ഗൈസ് കൊടുക്കുന്നേ.